ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഈ വരുന്ന പുതുവർഷം നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. ഇന്ന് ഡിസംബർ 31. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു കേക്കാണ്. പിസ്ത ഫോറസ്റ്റാണ് നമ്മൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വായിലിട്ട് അലിഞ്ഞു പോവും, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. പറ്റുകയാണെങ്കിൽ ഒരു 2-3 തവണ അരിച്ചെടുക്കുക. എല്ലാ വീഡിയോയിലും പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കേക്കിലും ഇതുപോലെ പൊടികൾ എല്ലാം കൂടി അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ മിക്സ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് 3 മുട്ട വേണം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വെജിറ്റബിൾ ഓയിൽ ചേർക്കുമ്പോൾ എപ്പോഴും വരുന്ന കമൻറ്റാണ് വെളിച്ചെണ്ണ ചേർക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത്, അതിൻ്റെ സ്മെല്ല് ഉണ്ടാകും. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ആ പൊടികളെ കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ബാച്ചാക്കിയിട്ട് ചെയ്യാം. ആദ്യം കുറച്ചൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചായിട്ട് ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് നല്ല വൈറ്റ് കളറായിട്ട് പതഞ്ഞ് വരണം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ നോക്കാം. വെറ്റായിട്ടുള്ള ബൗളാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്നും പതഞ്ഞ് വരില്ല. ഇങ്ങനെ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ആ മഞ്ഞയുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഈവനായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കുകയാണ്. കളറ് പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണല്ലോ, അപ്പോൾ പിസ്തയുടെ മിൽക്ക് മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ടോട്ടൽ ഒരു 6 ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചേർത്ത് നോക്കുക, കളർ വേണ്ടത്ര നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാൻ ടോട്ടൽ ഒരു 6 ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കളറൊക്കെ ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊന്ന് ഓയിൽ തടവി എടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് സോസ് പാനിൽ ചെയ്താൽ മതി. സോസ് പാനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 തവണ താഴേക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. കുക്കറിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ബാറ്ററുള്ള ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് നിർബന്ധമാണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഉപ്പ് അത്ര നിർബന്ധമൊന്നുമില്ല. ഉപ്പില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. സ്റ്റാൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് കറക്റ്റ് ഒരു 45 മിനിറ്റ് ആവും. എൻ്റെ ഫ്ലെയിമിലിട്ടോ, ഫ്ലെയിമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒരു ടൂത്ത് സ്ക്വയർ എന്തെങ്കിലും കുത്തി നോക്കി അത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ വെച്ചാൽ മതിയാവും. ഇത് കറക്റ്റ് ഒരു 45 മിനിറ്റ് കൊണ്ടാണ് റെഡി ആയിട്ടുണ്ടായത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്ക്വയർ ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കേക്കൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിസ്ത ഗണാഷ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിന് പകരം ഇപ്പം പിസ്ത കോമ്പൗണ്ട് തന്നെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഫ്ലേവറിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം.
താഴെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ബൗളിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 50 ml ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഫ്രഷ് ക്രീം മാത്രം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് നല്ല ടൈറ്റായിട്ടാണ്, നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ലൂസിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മളിത് ചൂടാറിയതിന് ശേഷമല്ലേ നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കോളും. ഭയങ്കര തിക്കാണെങ്കിൽ ലാസ്റ്റ് നമ്മളത് ഡ്രിപ്പ് ചെയ്യുമ്പോൾ വേണ്ട പോലെ അതങ്ങ് ഒലിച്ചിറങ്ങൂല. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണാഷ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാല് ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മെൽറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഗ്ലേസ് ഉണ്ടാവും ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്തേൻ്റെ കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 ഡ്രോപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതും മിൽക്ക് മിക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിസ്ത കോമ്പൗണ്ട് കിട്ടുകയാണെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ നമുക്ക് കളറൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. അത്യാവശ്യം നല്ല ഗ്രീൻ കളർ അതിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്ത സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ താഴെയുള്ള ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കുക. അതിനുശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഈ ഒരു കളർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല, അതങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുകൾ ഭാഗം കുറച്ച് പൊങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് വേണ്ട ഷേപ്പ് കിട്ടൂല. ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമുള്ള താഴെയുള്ള ഭാഗമാണ് നമ്മൾ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നത്. മുകളിലെ ഭാഗമാണ് താഴെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടില്ല, ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഫിയോണയുടെ ക്രീമാണ് ഒരു 1.5 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. 1.5 കപ്പൊന്നും വേണ്ട കേട്ടോ, 1 കപ്പ് തന്നെ മതിയാവും. കുറച്ചധികം ക്രീം അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഏറ്റവും ടോപ്പിൽ ആ ഭാഗം ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്ത ഗണാഷ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചാക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്, ഇടയിലൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിസ്ത കേക്കല്ലേ, അപ്പോൾ അത്യാവശ്യം പിസ്തയൊക്കെ വേണം. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കേക്കിൻ്റെ ക്രിസ്മസ് ആയിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബേക്കറിയിൽ പോയിട്ട് കുറച്ച് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ആ ചാനലിൻ്റെ പേര് തട്ടുകട നെരുങ്ങുകൾ എന്നായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അവർ ബേക്കറിയിൽ പോയിട്ട് ബേക്കറിയിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു വീഡിയോന് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ കളറുള്ള ഭാഗം ഉണ്ടല്ലോ, അതും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാണ്. ഗണാഷ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. പിസ്ത കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആ ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പും ഗണാഷ് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. കുറച്ചങ്ങ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മാക്സിമം നീറ്റാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഞാനിത് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തതിന് ശേഷം 2-3 തവണ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനൽ കോട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ കാര്യത്തിൽ. ആദ്യം ചെയ്യുന്നതൊന്നും അത്ര നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ചൊക്കെ പഠിച്ചു. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ കേക്ക് എത്ര ചെയ്തിട്ടും ശരിയായി വരുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കേക്കിൻ്റെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തായാലും ശരിയായി വരും. ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് നന്നായിട്ട് ചെയ്യാൻ നോക്കുക. എന്തായാലും ശരിയായി വരും. അത് ഏറ്റവും നിങ്ങൾ കണ്ടൊരു എക്സാമ്പിൾ ആയിരിക്കും ഞാൻ. എൻ്റെ വീഡിയോ ആദ്യം കണ്ടു വരുന്നവർക്ക് മനസ്സിലാവും, ഞാൻ ആദ്യം ചെയ്ത കേക്കും ഇപ്പം ചെയ്യുന്ന കേക്കും നല്ല ഡിഫറൻറ്റ് ഉണ്ട്. അത്ര ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിലും ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗണാഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ചെറുങ്ങനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തെടുക്കുക.
ഓരോരാൾക്ക് ഓരോ ഐഡിയ ഉണ്ടാകും. ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാണ്. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഡ്രിപ്പ് ചെയ്യുന്നത് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു രസമാണ് കേക്ക്. പിന്നെ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് ചെറിയ സ്റ്റാർ നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ചെറിയൊരു ബോർഡറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. ഈ ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നില്ല. ഇതെൻ്റെ തറവാട്ടിലേക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ കട്ട് ചെയ്തിട്ട് കാണിക്കാത്തത്. കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്